എന്തുകൊണ്ടായിരിക്കും പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനമെടുത്തത്? നോക്കൂ, തൊട്ടു മുമ്പ് നടന്ന നീക്കങ്ങൾ ഒന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. പി വി അൻവർ നേരത്തെ തൻ്റെ വോട്ട് ബേസായിട്ട് കണക്കാക്കിയിരുന്നത് ആരെയൊക്കെയാണ്? ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യരെ, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യരെ, പോലീസിൻ്റെ പീഡനങ്ങളിൽ സഹികെട്ടിരിക്കുന്ന തൊഴിലാളികളെ, മണ്ണെടുപ്പ് തൊഴിലാളികളെ, പാറപൊട്ടിക്കുന്ന തൊഴിലാളികളെ, ഇവരെയൊക്കെ തൻ്റെ വോട്ട് ബേസായിട്ട് കണക്കാക്കിയാണ് പോലീസിനെതിരെ ആഞ്ഞടിക്കുന്നത്. എന്നാൽ പി വി അൻവറിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പി വി അൻവറിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് മലയോര മേഖലയിലെ കർഷകരെ കേന്ദ്രീകരിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ വനനിയമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുമാണ് എത്തുന്നത്. അവിടെ അദ്ദേഹം 185 പഞ്ചായത്തുകളെക്കുറിച്ച് പറയുന്നു. ആ പഞ്ചായത്തുകളിൽ വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്ന കർഷകർക്ക് വേണ്ടിയാണ് താൻ ഈ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? യു ഡി എഫിൻ്റെ പ്രശ്നാധിഷ്ഠിത പിന്തുണ കിട്ടി. പക്ഷേ യു ഡി എഫിൻ്റെ പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്നതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള മടക്കിവരവ് സാധ്യമല്ല. അവിടെ വി ഡി സതീശൻ ഒരു വലിയ ബ്ലോക്കായി നിൽക്കുന്നു. വി ഡി സതീശനെതിരെ മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പോലും പാർട്ടിയിലെ ചില നേതാക്കൾ എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ കോൺഗ്രസിലേക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. ലീഗാണെങ്കിലോ പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് നൽകുന്നത്. യു ഡി എഫിലേക്ക് പി വി അൻവറിനെ DMK എന്ന പാർട്ടി ആയിട്ടില്ലെങ്കിൽ പോലും ആ പാർട്ടി എടുക്കാമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താമെന്നതിനും അവിടത്തേക്ക് ഒരു ഉറപ്പും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ പി വി അൻവർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിക്കൊപ്പം മത്സരിക്കുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.